നമസ്തേ. ഇന്ന് നമ്മൾ പ്രവേശിക ബുക്കിലെ ഗദ്യഭാഗത്തെക്കുറിച്ചാണ് നോക്കുന്നത്. അതിൽ ടോർച്ച് ബേച്ച്നെ വാലെ എന്നുള്ള പാഠമാണ്. എഴുതിയിരിക്കുന്നത് ശ്രീ ഹരിശങ്കർ പർസായിജിയാണ്. അതിൽ ആദ്യത്തേത് 5 വാക്യോമേ ഉത്തർ ലിഖിയെ, 5 വാക്യത്തിൽ ഉത്തരം എഴുതുക. ലേഖക് ने ടോർച്ച് ബേച്ച്നെ വാലി കമ്പനി കാ നാം സൂരജ് ചാപ്പ് ക്യോം രക്ക. ലേഖകൻ ടോർച്ച് വിൽക്കുന്ന കമ്പനിയുടെ പേര് സൂരജ് ചാപ്പ് എന്ന് എന്തുകൊണ്ടാണ് വെച്ചത്? ടോർച്ച് बेचने वाले व्यक्ति तथा उसके एक और मित्र दोनों ने एक दिन तय किया कि दोनों कुछ न कुछ धंधा करके 5 साल बाद उसी जगह में मिले जहाँ वे बात कर रहे थे. ടോർച്ച് വിൽക്കുന്ന ആ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ രണ്ടുപേരും ഒരു ദിവസം തീരുമാനിച്ചു, രണ്ടുപേരും എന്തെങ്കിലും തൊഴിൽ ചെയ്തുകൊണ്ട് 5 വർഷത്തിന് ശേഷം ആ സ്ഥലത്ത് കണ്ടുമുട്ടാമെന്ന് തീരുമാനിച്ചു. ടോർച്ച് ബേച്ച്നെ വാല അപ്നാ ധന്ദ ടോർച്ച് സെ ശുരു കിയ. ടോർച്ച് വിൽക്കുന്ന ആൾ തൻ്റെ തൊഴിൽ ടോർച്ചിൽ നിന്നും തുടങ്ങി. വ അപ്നെ ടോർച്ച് കാ നാം സൂരജ് ചാപ്പ് ഇസ്ലിയെ രക്ക. അയാൾ തൻ്റെ ടോർച്ചിൻ്റെ പേര് സൂരജ് ചാപ്പ് എന്ന് ഇതുകൊണ്ടാണ് വെച്ചത്. അന്ധകാർക്കോ ദൂർ ബഗാനെ മേം സൂരജ് സ കോയി നഹി ഹേ. ഇരുട്ടിനെ ഇല്ലാതാക്കാൻ, അവിടെ നിന്നും ഇല്ലാതാക്കുന്നതിന് സൂര്യനെ പോലെ വേറെ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ആ കമ്പനിക്ക് പേര് സൂരജ് ചാപ്പ് എന്ന് വെച്ചത്. 5 साल बाद दोनों दोस्तों की मुलाकात किस परिस्थिति में हुई. 5 വർഷങ്ങൾക്ക് ശേഷം 2 കൂട്ടുകാരുടെയും കണ്ടുമുട്ടൽ ഏതൊരു പരിസ്ഥിതിയിലായിരുന്നു? 5 साल बाद टॉर्च बेचने वाला अपने दोस्त से मिलने एक मैदान में खूब सजा हुआ मंच पर चमकते साधु के रूप में वह अपने मित्र से मिला. 5 വർഷങ്ങൾക്ക് ശേഷം ടോർച്ച് വിൽക്കുന്ന ആൾ തൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോയി. ഒരു മൈതാനത്ത് വളരെയധികം അലങ്കരിച്ച ഒരു സ്റ്റേജിൽ നല്ല രീതിയിൽ തിളങ്ങുന്ന ഒരു സന്യാസിയുടെ രൂപത്തിലാണ് കൂട്ടുകാരനെ കണ്ടുമുട്ടിയത്. ഉസ്കാ ദോസ്ത് ബഹുത് ബഡാ സന്ത് മഹാൻ ലഗ് രഹാ താ. തൻ്റെ കൂട്ടുകാരൻ വളരെ വലിയ ഒരു സന്യാസിയായി തീർന്നിരുന്നു. സാധു കെ രൂപ് മേ വഹ് സബ്കോ സമജാ രഹാ താ കി മനുഷ്യ കെ ഭീതർ സബ് കുച്ച് ബുജ് ഗയാ ഹേ. സന്യാസിയുടെ രൂപത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തത് ഇതായിരുന്നു: മനുഷ്യൻ്റെ ഉള്ളിൽ ഉള്ളതെല്ലാം ഇല്ലാതാക്കി അണയ്ക്കണം എന്നുള്ളതായിരുന്നു. മനുഷ്യ ഇസ് അന്ധകാർ സെ ഗബര ഉഡാഹേ. മനുഷ്യൻ ഈ ഇരുട്ടിൽ പരിഭ്രമിച്ചിരിക്കുകയാണ്. വ പദ് ഭ്രഷ്ട് ഹോ ഗയാ ഹേ. വഴി അറിയാത്തവനെ പോലെ നടക്കുകയാണ്. ചെയ്യുന്നത് മുഴുവൻ തെറ്റായി തീരുന്ന പദഭ്രഷ്ട് എന്ന് പറയുന്നത് അതാണ്, തെറ്റ് ചെയ്യുക എന്നുള്ളത്. ആത്മാ മേബി ആജ് അന്ധകാർ ഹേ. ആത്മാവും ഇന്ന് ഇരുട്ടിൽ നിറഞ്ഞിരിക്കുന്നു. അന്ധകാർമേം പ്രകാശ് കി കിരൺ ഹേ. ഇരുട്ടിൽ പ്രകാശത്തിൻ്റെ കിരണങ്ങളുണ്ട്. പ്രകാശ് ബാഹർ നഹി ഹേ ഉസേ അന്തർമേം കോജോ. പ്രകാശം എന്നുള്ളത് പുറത്തല്ല, അവനവൻ്റെ അകത്താണ് തിരയേണ്ടത് എന്ന് ആ സന്യാസി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് കാണാൻ കഴിഞ്ഞു. ടോർച്ച് बेचने वाला अब कंपनी बदल रहा, इसका आशय क्या है, वह क्या करने वाला है. ടോർച്ച് വിൽക്കുന്ന ആൾ കമ്പനി മാറിപ്പോയി, അതിൻ്റെ ആശയം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? अपने मित्र के महल नौकर चाकर और हाल देखकर ടോർച്ച് बेचने वाला दंग रह गया. തൻ്റെ കൂട്ടുകാരൻ്റെ കൊട്ടാരവും വേലക്കാരനും അവൻ്റെ ആ സ്ഥിതിയും എല്ലാം കണ്ടുകൊണ്ട് ടോർച്ച് വിൽക്കുന്ന ആൾ അതിശയപ്പെട്ടു പോയി. വ പേട്ടി കോ നദി മേ ഫേങ്ക് ദിയ. തൻ്റെ ആ പെട്ടിയെല്ലാം നദിയിൽ വലിച്ചെറിഞ്ഞു. ദാടി ബടാക്കർ സന്ത് കാ ബഹാന ശുരു കർണേക്ക നിശ്ചയിക്കുക. താടിയെല്ലാം നീട്ടി വളർത്തിക്കൊണ്ട് ഒരു സന്യാസിയുടെ രൂപത്തിൽ ചെയ്യുവാനായി തീരുമാനിച്ചു. അപ്നെ മിത്രക്കെ വ്യവഹാർ സെ ആചരൺ സെ ഉസ്നെ ബി ദുനിയാക്കി ദാരി സീഖ് ലി ദി. തൻ്റെ കൂട്ടുകാരൻ്റെ പെരുമാറ്റത്തിലും ആ സ്വഭാവവും എല്ലാം കണ്ടുകൊണ്ട് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. 2-3 ദിൻ ഉസ്കെ പാസ് രഹ്കർ ഉസ്കെ സബ് കുച്ച് സീഖ് ലിയ. 2-3 ദിവസം അവിടെ ഇരുന്നു കൊണ്ട് എല്ലാം മനസ്സിലാക്കിയെടുത്തു. അബി വ കമ്പനി ബദൽക്കർ ലോകോം കെ മൻമേം പ്രകാശ് ഫൈലായേഗെ യാനെ കൂബ് കമാന ശുരു കരേക. അപ്പോൾ തീരുമാനിച്ചു, ഈ കമ്പനി, ടോർച്ച് വിൽക്കുന്ന ഈ കമ്പനി മാറ്റിക്കൊണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് പ്രകാശം പരത്തും. അതിൻ്റെ അർത്ഥം കൂബ് കമാന, സ്വയം കൂടുതൽ സമ്പാദിക്കാനായി ആരംഭിക്കുകയും ചെയ്യും എന്നാണ് അതിലൂടെ മനസ്സിലാക്കിയത്. ടിപ്പണി ലിഖിയെ അന്ധകാർ ഔർ പ്രകാശ്. ഇരുട്ടും പ്രകാശവും. അന്ധകാർ ഔർ പ്രകാശ് ഹി ജീവൻ ഹേ. ഇരുട്ടും പ്രകാശവും ജീവിതമാണ്. രാത് അന്ധകാർ ഔർ ദിൻ പ്രകാശ് ഹേ. രാത്രി ഇരുട്ടാണ്, പകൽ പ്രകാശമാണ്.
ഇസീസെ ജീവൻ ചക്ര ചൽ രഹാ ഹെ, ഇതിനാലാണ് ജീവിതചക്രം നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ധകാർ കാ പഹച്ചാൻ മനുഷ്യ കോ പ്രകാശ് കി ഓർ ആകെ ബഡ്താ ഹെ, ഇരുട്ടിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യൻ എവിടെയാണോ പ്രകാശം കാണുന്നത് അതിന് നേരെ പോയിക്കൊണ്ടിരിക്കുന്നു. അന്ധകാർ കബി മനുഷ്യ കോ ഡരാത്താ ഹെ, ഇരുട്ടെന്നും മനുഷ്യനെ പേടിപ്പെടുത്തുന്നതാണ്. लेकिन अंधकार से छूटने का उपाय जब वह करता तभी उसका जीवन प्रकाश से परिपूर्ण रहता है. എന്നാൽ അതിൽ നിന്നും രക്ഷ നേടാനുള്ള ഉപായം എപ്പോൾ മുതലാണോ വരുന്നത് ജീവിതത്തിൽ പ്രകാശത്തിൽ പരിപൂർണമായി തീരുന്നു. ആജ് കെ യുഗ് മേ ബി അന്ധവിശ്വാസ് രൂപി അന്ധകാർ ലോകോം കെ മൻമേ വരാപടാ ഹെ, ഇന്നത്തെ യുഗത്തിലും അന്ധവിശ്വാസങ്ങളാകുന്ന ഇരുട്ട് ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നു. लोग अपने दुखों को दूर करने के लिए तथा उज्ज्वल भविष्य को पाने के लिए अंधविश्वास रूपी अंधकार में पड़ जाते हैं. ജനങ്ങൾ അവരവരുടെ ദുഃഖത്തെ ദൂരീകരിക്കുന്നതിനും കൂടാതെ ഉജ്ജ്വലമായ ഭാവി നേടുന്നതിനു വേണ്ടി അന്ധവിശ്വാസമാകുന്ന ഇരുട്ടിൽ പെട്ടുകിടക്കുന്നു. ഉസ്സേ ദൂർ ആനേക്ക മാർഗുനെ നഹീ ദിക്ത, അതിനെ മാറ്റുന്നതിനുള്ള ആ മാർഗം കാണാനായി കഴിയുന്നില്ല. മനുഷ്യക്കോ അപ്നെ അന്തർ ചിപ്പെ പ്രകാശ് കാ സഹി പരിചയ ഹോന ചാഹിയെ, മനുഷ്യൻ തൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ശരിയായ ആ പ്രകാശത്തെക്കുറിച്ച് പരിചയപ്പെടേണ്ടത് ആവശ്യമാണ്. മനുഷ്യക്ക് അന്ധവിശ്വാസ് രൂപി അന്ധകാർ പർ പ്രകാശ് ഡാൽത്തെ ഹുയെ ഡോങ്കി തഥാ ദിക്കാവ കർണേ വാലെ കപട് സന്യാസിयों पर व्यंग्य करते हुए हरिशंकर परसाई इस लेख में मनुष्य को यह सलाह देते हैं कि अंधकार में प्रकाश छिपा हुआ है. മനുഷ്യൻ്റെ അന്ധവിശ്വാസമാകുന്ന ഇരുട്ടിനെക്കുറിച്ച് ഇതിൽ ചിത്രീകരിക്കുകയും കൂടാതെ ചതിയന്മാരും മറ്റുള്ളവരുടെ മുന്നിൽ വളരെയധികം കാണിച്ചു നടക്കുന്ന കപട സന്യാസിമാരുടെ വ്യംഗ്യത്തെ ഇവിടെ തുറന്ന് കാണിച്ചു തരുകയാണ് ലേഖകൻ ഇതിലൂടെ ചെയ്യുന്നത്. അതോടൊപ്പം അദ്ദേഹം മനുഷ്യന്മാർക്ക് ഇപ്രകാരം ഒരു ഉപദേശവും കൂടി നൽകുന്നു. ഇരുട്ടിൽ പ്രകാശം ഒളിഞ്ഞിരിക്കുന്നു. അന്ധകാർമേ പ്രകാശ് ഹി കിരൺ ഹെ, ഇരുട്ടിൽ പ്രകാശം എന്നുള്ളതൊരു കിരണമാണ്. പ്രകാശ് ബാഹർ നഹി ഹി, പ്രകാശം പുറത്തല്ല. അത് ഉസേ അന്തർമേം കോജോ, അകത്ത് തന്നെ തിരഞ്ഞെടുക്കൂ. അന്തർമേം ബുജി ഉസ് ജ്യോതി കോ ജഗാവോ, മനസ്സിനകത്ത് അണഞ്ഞു കിടക്കുന്ന ആ ജ്യോതിയെ നിങ്ങൾ ഉണർത്തിയെടുക്കൂ എന്ന് അദ്ദേഹം ഇതിലൂടെ പറഞ്ഞു മനസ്സിലാക്കി തരുന്നു. ഇതിൽ മൂന്നാമത്തേത് പാടുക സാരാംശ് ലിഖിയെ, ഈ ടോർച്ച് ബേച്ചിനെ വാല എന്നുള്ള പാഠത്തിൻ്റെ സാരാംശം എഴുതാനാണ്. ഹാസ്യവ്യംഗ്യക്കെ ക്ഷേത്രമേം ശ്രീ ഹരിശങ്കർ പർസായി കാ സ്ഥാൻ കാഫി അഗ്രഗണ്യ ഹെ, ഹാസ്യപരമായ മേഖലയിൽ ഹരിശങ്കർ പർസായിയുടെ സ്ഥാനം വളരെയധികം ഉയർന്നതാണ്. ടോർച്ച് ബേച്ചിനെ വാലെ നാമക് ഇസ് കഹാനി മേ ഹരിശങ്കർ പർസായി മനുഷ്യമേ ചിപ്പെ അന്ധവിശ്വാസ് പർ വാർ കർത്തെ ഹെ, ഈ ടോർച്ച് ബേച്ചിനെ വാലെ എന്നുള്ള കഥയിലൂടെ ഹരിശങ്കർ പർസായിജി മനുഷ്യൻ്റെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്ന അന്ധവിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ടോർച്ച് ബേച്ചിനെ വാലെ ചൗരാഹെ പർ ടോർച്ച് ബേച്ചിനെ വാലെ വ്യക്തി സെ ലേഖക് പരിചയത്തെ, നാലും കൂടിയ കവലയിൽ ടോർച്ച് വിൽക്കുന്ന ഒരു വ്യക്തിയുമായി ലേഖകൻ പരിചയപ്പെട്ടു. ബഹുത് ദിനോമേ വേ ഉസേ മിൽ നഹി പായി, വളരെ ദിവസങ്ങളായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഏക് ദിൻ ജബ് ഉസ്സേ മിലേദേ തബ് ഉസ്കാ രൂപ് ബദലാ ഹുവാ താ, ഒരു ദിവസം പിന്നീട് കണ്ട സമയത്ത് രൂപമെല്ലാം മാറിപ്പോയിരിക്കുന്നു. വ ലംബി ദാഡി കെ സാദ ലേഖക് കെ പൂച്ചിനെ പർ ഉസ്നെ അപ്നെ കഹാനി സുനായി, നീണ്ട താടിയെല്ലാം വളർത്തിയിരിക്കുന്നു. ലേഖകൻ ചോദിച്ച സമയത്ത് തൻ്റെ കഥകളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. സൂരജ് ചാപ്പ് ടോർച്ച് ബേച്ചിനെ വാല അപ്ന വ കാം ചോട് ദിയ, സൂരജ് ചാപ്പ് എന്നുള്ള ടോർച്ച് വിൽക്കുന്ന തൻ്റെ ആ തൊഴിൽ ഉപേക്ഷിച്ചു. ഉസ്കാ വാണി രഹസ്യമയി ബൻ ഗയി, ആ വാക്കുകളെല്ലാം രഹസ്യമയമായി കാണാൻ കഴിയുകയും ചെയ്തിരുന്നു. सूरज चाप टॉर्च बेचने वाले व्यक्ति तथा उसके एक मित्र दोनों एक दिन तय किया कि दोनों कुछ न कुछ धंधा करके 5 साल बाद उसी जगह में मिले, वहाँ वे बात कर रहे थे. ടോർച്ച് വിൽക്കുന്ന ആളും അദ്ദേഹത്തിൻ്റെ ഒരടുത്ത കൂട്ടുകാരനും ഒരു ദിവസം തീരുമാനിച്ചു രണ്ടുപേരും എന്തെങ്കിലും എല്ലാം തൊഴിൽ ചെയ്തുകൊണ്ട് 5 വർഷത്തിന് ശേഷം അതേ സ്ഥലത്ത് കാണാമെന്ന് പറഞ്ഞു. ടോർച്ച് ബേച്ചിനെ വാല അപ്നാ ധന്ദ ടോർച്ച് സേ ശുരു കിയ, ടോർച്ച് വിൽക്കുന്ന ആൾ തൻ്റെ തൊഴിൽ ടോർച്ചിൽ നിന്ന് തന്നെ ആരംഭിച്ചു. വ അപ്നെ ടോർച്ച് കാ നാം സൂരജ് ചാപ്പ് ഇസ്ലിയെ രക്കാ കി അന്ധകാർ കോ ദൂർ ഭഗാനെ മേ സൂരജ് സാ കോയി നഹി ഹെ, ടോർച്ചിൻ്റെ പേര് ഇതായിരുന്നു, സൂരജ് ചാപ്പ് എന്നാണ് ആ ടോർച്ചിന് പേര് വെച്ചത്. അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇതായിരുന്നു, ഇരുട്ടിനെ ഇല്ലാതാക്കി തീർക്കുക, സൂര്യനെ പോലെ ആർക്കും കഴിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വെക്കാൻ
മരിക്കാൻ കാരണം. ദോസ്തോം കി മുലാഖാത്ത്, രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടി. 5 साल बाद एक मैदान में खूब सजा हुआ मंच पर चमकते साधु के रूप में वह अपने मित्र से मिला. ഒരു ദിവസം 5 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം മൈതാനത്തിൽ വളരെയധികം അലങ്കരിക്കപ്പെട്ട ആ ഒരു സ്റ്റേജിൽ തിളങ്ങി കാണാൻ കഴിയുന്ന ആ ഒരു സന്യാസിയുടെ രൂപത്തിലാണ് തൻ്റെ കൂട്ടുകാരനെ കണ്ടുമുട്ടിയത്. 5 सालों में उसके दोस्त बहुत बड़ा संत महान लग रहा था. 5 വർഷങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെല്ലാം തന്നെ വളരെയധികം വലിയ വലിയ സന്യാസിമാരായിരുന്നു. സാധു കെ രൂപ में वह सबको समझा रहा था कि मनुष्य के भीतर सब कुछ बुझा गया है. സന്യാസിയുടെ രൂപത്തിൽ ഇരുന്നുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തത് ഇതായിരുന്നു: മനുഷ്യൻ്റെ അകത്ത് എല്ലാം തന്നെ അണഞ്ഞു കിടക്കുകയാണ്. മനുഷ്യ സന്തകാർസെ ഗബര ഉടാഹെ, മനുഷ്യനെ ഈ ഇരുട്ടിൽ പരിഭ്രമിച്ചിരിക്കുകയാണ്. ആത്മാമേം ബി ആജ് അന്ധകാർ ഹെ, ആത്മാവിനും ഇന്ന് ഇരുട്ടാണ്. അന്ധകാർമേം പ്രകാശ് കി കിരൺ ഹെ, ഇരുട്ടിന് പ്രകാശത്തിൻ്റെ കിരണങ്ങളുണ്ട്. പ്രകാശ് ബാഹർ നഹി ഹെ ഉസെ അന്തർമേം കോജോ, പ്രകാശം എന്നുള്ളത് പുറത്ത് അന്വേഷിക്കേണ്ടതല്ല, നമ്മളുടെ മനസ്സിൽ അന്വേഷിക്കൂ. അന്തർമേം ബുജി ഉസ് ജ്യോതി കോ ജഗാവോ, ഉള്ളിൽ അണഞ്ഞു കിടക്കുന്ന ആ പ്രകാശത്തെ നിങ്ങൾ ഉണർത്തു. अपने मित्र के महल नौकर चाकर और हाल देकर टॉर्च बेचने वाला दंग रह गया. തൻ്റെ കൂട്ടുകാരൻ്റെ കൊട്ടാരവും വേലക്കാരും അവരുടെ അവസ്ഥയുമെല്ലാം കണ്ടുകൊണ്ട് ടോർച്ച് വിൽക്കുന്ന ആൾ ആശ്ചര്യപ്പെട്ടു പോയി. വ പേട്ടി കോ നദി മേ ഫേങ്ക് ദിയ, തൻ്റെ ആ ടോർച്ചിൻ്റെ പെട്ടിയെ നദിയിലേക്ക് എറിഞ്ഞു. ദാടി ബഡാക്കർ സന്ത് കാ ബഹാന ശുരു കർനെ കാ നിശ്ചയ കിയ, താടിയെല്ലാം വളർത്തി നീട്ടി വളർത്തി സന്യാസിയാണ് എന്ന് ആവാനായി വളരെയധികം പരിശ്രമിച്ച് അതിനൊരു ഉറച്ച തീരുമാനവും എടുത്തു. അപ്നെ മിത്ര കെ വ്യവഹാർ സെ ആചരൺ സെ ഉസ്നെ ബി ദുനിയാദാരി സീഖ് ലി, തൻ്റെ കൂട്ടുകാരൻ്റെ പെരുമാറ്റത്തിലും ആ മര്യാദയിലുമെല്ലാം വളരെയധികം ലോകത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചു. 2-3 दिन ഉസ്കെ പാസ് രഹ്കർ ഉസ്നെ സബ് കുച്ച് സീഖ് ലിയ, 2-3 ദിവസങ്ങൾ കൂടെ ഇരുന്നു കൊണ്ട് എല്ലാം പഠിച്ചെടുത്തു. അബി വ കമ്പനി ബദൽക്കർ ലോഗോം കെ മൻ മേ പ്രകാശ് ഫൈലായേഗ യാനി കൂബ് കമാന ശുരു കരേക, കമ്പനിയുടെ ആ പേരിയെല്ലാം മാറ്റിക്കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ പ്രകാശം പരത്തുവാനായി തുടങ്ങുകയും കൂടാതെ കൂബ് കമാന, ധാരാളം സമ്പാദിക്കാനായി ശുരു കരേക, അതിനുവേണ്ടി പ്രയത്നിക്കാനായി തുടങ്ങുകയും ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.